നിങ്ങളുടെ കഥ പറഞ്ഞിരിക്കുക. അടുത്ത നിങ്ങളെ പരിപാടിയാ. അന്താരാഷ്ട്ര പരിപാടിയല്ല. മുല്ലപ്പൂവത്തെ ഞാളങ്ങ് വരും. എടാ 5 പേരെ കൂട്ടി അങ്ങോട്ട് വാട്ടോ. വേവാ പേർക്ക് എങ്ങടല്ലേ? അതെ അതെ. ഓലൊക്കെ എടുത്തിട്ട് ഇതെല്ലാം മാറ്റിട്ടാ. ഇവിടെ തന്നെ ഒരു പണിയെടുത്തത്. ആരുടെയാ ഫോൺ റിങ് ചെയ്യുന്നേ? എവിടുന്ന്? പിന്നെ എവിടുന്നാ അത് കേൾക്കുന്നേ? ഇതാരെ ഫോണോ? ആരുടെയാ? ആരുടേത്? ആരുടെയാ നോക്കട്ടെ. എടി ഇത് ഫാത്തിമയുടെ ഫോണല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, ഓളുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയേ. പൊടി പൊടി എവിടുന്ന് നോക്കാൻ പറഞ്ഞ നോക്ക്. തുറന്നു വാ. നോക്കി കുണ്ടന്നൂര് കുറ്റം പറിച്ചില് പിടിച്ച് പിടിച്ച്. രാഘവൻ നാട്ടിലില്ലാത്തപ്പോഴല്ലേ ശ്രീച്ചക്ക് വൈകലുണ്ടായത്? പിന്നെ ലീനിയോ ആ 3.5 അടി പൊക്കമുള്ള പണിക്കരയുമ്പോ ചോള എന്താക്കാൻ? ദീപം 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 ദീപം. അശോകേട്ടാ, 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 എനിക്ക് ലീവ് വേണം അശോകേട്ടാ. ബീബി ഹോസ്പിറ്റൽ മേ ഹൈ. വർത്താനം പറഞ്ഞ പക്ഷെ മലയാളിന്റെ സ്വഭാവം എടുത്താലുണ്ടല്ലോ അശോകേട്ടാ. ക്രിട്ടിക്കൽ അശോകേട്ടാ. എടോ ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ ഇവിടുത്തെ ഓരോ ഭാര്യമാർ പ്രസവിച്ച് ഓലൊക്കെ ലീവ് ആക്കിയിട്ട അശോകേട്ടാ. അശോകേട്ടാ ഒരു ഒറ്റ ഒന്നൊക്കെ തരൂട്ടോ. ചെക്കൻ ചിലക്കിയാർന്ന് എന്തായാലും ബംഗാളിൽ നിന്ന് വന്നാ ഒരു ഒലക്കാമേലെ കളി കളിക്കുന്നു. കോളം തോട്ടി പോയ മെസ്സേജ് മാറല്ലത്. ലൗച്ചിനെ കൊടുക്കാം. ഈ അക്കർക്ക് പോകുന്നുണ്ടോ മനോജ്? ഇല്ല. പിന്നെ എവിടെ ആരും പോകണ്ടോ? ഇല്ല. പിന്നെന്തിനാ കൂക്ക് വെച്ചിട്ട് അയാളെങ്ങോട്ട് വിളിക്കുന്നത്? തോണിക്കാരൻ വെറുതെ തോണിയും കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ വന്നേച്ചോട്ടെ. എങ്ങക്കെന്താ ചൊറിയോ? കുടിയന്മാരെ പറയിപ്പിക്കാനായിട്ട് ഒരു ചായ ചായ കുടി. ഒരു പണിയാക്കണോ? വീട്ടിൽ പോയിട്ട് കുടിക്കണോ? എടാ ശ്രീകുട്ടാ, ഈയും മാധവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നട്ടല്ല, സത്യാന്നാ? പൊന്നേച്ചി അതൊക്കെ ചുമ്മാ പറയുന്ന. ഞാൻ അവർക്ക് ലിഫ്റ്റ് എടുത്തുള്ളത് ശരിയാ. നാട്ടുകാർ പറയുന്നല്ലേ. നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ. ശ്രീകുട്ടനല്ലേ അത്? ശ്രീകുട്ടേട്ടാ, മാധുവായിട്ടെന്തോ ഡിങ്കോളിഫിക്കേഷൻ ആയിന്ന് പറഞ്ഞേ. ഒന്ന് പോടാ ഡിങ്കോളിഫിക്കേഷൻ. രാഘവന്റെ അതേ നടത്താം. ഒരു 500 കൊടുക്കി. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് നിങ്ങളെ തല്ലിയായിരുന്നു. അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ക്ഷമിക്കണം. പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ. ഇവിടെ വെച്ച് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്റെ രാഘവന്റെ മോനായിട്ടോ. നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലവ് ചിഹ്നം അയക്കുമല്ലോ. ഒരു പെണ്ണ് വന്ന് വണ്ടി കയറി അവിതാ പറയുന്ന നാട്ടുകാരും എന്നാ കൊല്ലേ ഒരു ചായ. എന്റെ മോനൊന്ന് കിട്ടിയോ? കിട്ടി.
अब ठीक है। मैं ठीक नहीं हूँ। मैं क्या करेगा इधर, काम ज्यादा है। मुझे बहुत दर्द हो रहा है। टेंशन मत करो, कुछ नहीं होगा। टेंशन मत करो, मैं भगवान से प्रार्थना करूंगा। पेट दिखाओ, दिखाओ। छोड़ो। നിന്റെ തിങ്കളാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. ബുധനാഴ്ചല്ലേ? ബുധനാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. എന്താ ഒരു ഇളക്കൊക്കെ? എന്നാലും എൻ്റെ മോളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. നോക്കന്തേ? അവക്കൊരു കളിക്കൂട്ടുകാരൊക്കെ വേണ്ടടി. പിന്നെ നിങ്ങൾ ആദ്യം പണിക്ക് പോകാൻ നിൽക്കി. അതിപ്പോ ജോർജ് പണിക്ക് പോയിട്ടാ. 3 കുട്ടികളുണ്ട്. എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ. അത്ര രസം മതി. ഒന്നേയുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് എൻ്റെ അതേ സൗന്ദര്യം കിട്ടിയാൽ മതി. പിന്നെ ഒരു ഇളക്കം. ഒന്നെണീച്ച് എന്താ അത്? എന്താണ്? നീ ഇന്നാലും എന്ത് സുന്ദരിയാടി. നിന്നെ കാണാൻ എന്ത് രസം. എന്താണ്? എന്ത് പോയാട്ടെ? എന്ത് രസാടി. നല്ല സൗന്ദര്യമുള്ള മോള്. ഒരു മിനിറ്റ്. പട്ടി. എന്താ ഞാൻ പെട്ടുപോയടാ. നീ വാ. സുശീലേ, എങ്ങോട്ടാ പോണ്? നീ വാ, ഞാൻ പറയട്ടെ. എങ്ങോട്ടാണെങ്കി എന്നെ വലിച്ചു കൊണ്ടോണേ. ഞാൻ പറയട്ടെ, നീ ഇവിടെ ഇരിക്കും. എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ ട്രാപ്പിലായടാ. ഇത് പറയണെങ്കി എന്നെ വിളിച്ച്. നീ ഇരിക്കും സുനീഷേ, പറയണ കേക്ക്. സുനീഷേ, നിനക്കറിയില്ല അമേരിക്കൻ പെണ്ണ് ക്ലീൻഡയാ. അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയടാ. അവക്ക് അവൾക്ക് 2 തുണിയില്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ. ഇപ്പൊ അവള് പറയാ 1,00,000 രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും. എനിക്കാണെങ്കിൽ കാര്യകാലം വരച്ചിട്ട് വേറെ ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്ത് നോക്കണേ? ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇത് സത്യം. ഒരുപാട് ആൾക്കാർ കുടിക്കടാ. അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാടോ. അനുഭവത്തിന്റെ വെളിച്ചത്തില നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട. ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ. പിന്നെ എന്താ ചെയ്യാ? നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. സത്യാണോ സുനിഷേ? നീയാടാ ശരിയായി ചങ്ങായി. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. തന്തയ്ക്ക് 2 പറഞ്ഞു വേണം. ജോർജ് പോലടാ എന്നെ കൂട്ടണം. ജോർജ്